പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് പ്രോബബിലിറ്റി. വാട്ട് ഈസ് പ്രോബബിലിറ്റി? പ്രോബബിലിറ്റി എന്നുള്ള ടേം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി മീൻസ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോസിബിലിറ്റി ഇറ്റ് വിൽ റെയിൻ ടുമോറോ, നാളെ മഴ പെയ്യാനുള്ള ചാൻസ്. അതിനെ തന്നെയാണ്, ഈ പോസിബിലിറ്റീനെ തന്നെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ചാൻസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. ഒരു ഇവൻ്റ് സംഭവിക്കാനുള്ള ചാൻസിനെയാണ്, അതിൻ്റെ പോസിബിലിറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. ഹെഡ് കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ ടെയിൽ കിട്ടാനുള്ള ചാൻസ്, അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്താൽ അതിന് 6 ഔട്ട്കംസ് ഉണ്ട്. 1 to 6, 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. 6 ഔട്ട്കംസ് ഉണ്ട്. ഇതിൽ 2 കിട്ടാനുള്ള ചാൻസ് = 1/6 ആണ് വരിക. മൊത്തം 6 ചാൻസ് ഉണ്ട്. അതിൽ 2 കിട്ടാനുള്ള ചാൻസ് 1/6 വരും. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ വാല്യൂ ഗിവൺ ടു എ ലൈക്ലിഹുഡ് ഓഫ് ദ ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്. ഒരു ഇവൻറ്റ് സംഭവിക്കാനുള്ള അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂവിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ടേംസ് ഉണ്ട്. അതായത് പോസിബിലി, ലൈക്ലി, ഇതൊക്കെ പറയുന്നത് ആ ഇവൻറ്റ് സംഭവിക്കാനുള്ള ചാൻസ് അൺസർട്ടൈൻ ആണ്. ഫ്യൂച്ചർ എപ്പോഴും അൺസർട്ടൈൻ ആണ്. നമുക്കറിയില്ല നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൈൻ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് സംഭവിക്കുമോ സംഭവിക്കില്ലേ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് തന്നെയാണ് പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇവൻറ്റിൻ്റെ ഒക്കറൻസ്, അല്ലെങ്കിൽ ആ ഇവൻറ്റ് സംഭവിക്കാനുള്ള, ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രോബബിലിറ്റി ഈസ് എ നമ്പർ ലൈങ് ബിറ്റ്വീൻ 0 and 1. പ്രോബബിലിറ്റി എപ്പോഴും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ വരുന്ന ഒരു നമ്പർ ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ഒരിക്കലും 0-നേക്കാളും കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ 1-നേക്കാൾ കൂടിയിട്ടോ ഒരിക്കലും സംഭവിക്കില്ല. ദസ് പ്രോബബിലിറ്റി 0 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഇവൻ്റ് ഒരിക്കലും സംഭവിക്കില്ല. ദാറ്റ് ഇവൻറ്റ് ക്യാനോട്ട് ഒക്കർ. ഇനി പ്രോബബിലിറ്റി 1 ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെർട്ടൈൻ ടു ഒക്കർ. ഷുവറായും സംഭവിക്കുന്നതിനെയാണ് പ്രോബബിലിറ്റി 1 ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് 1 ആണോ 0 ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ 50% ആയിരിക്കും ചാൻസ് എന്ന് പറയുന്നത്. അതായത് മെയിനായിട്ട് 2 ഔട്ട്കംസ് ഉണ്ട്. ഒന്ന് ഹെഡ് കിട്ടാം, ഒന്ന് ടെയിൽ കിട്ടാം. അപ്പോൾ അവിടെ ചാൻസ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ടെയിൽ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഇനി പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ടേംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റാൻഡം എക്സ്പെരിമെൻറ്റ്. Random experiment is an experiment which has 2 or more outcomes which vary in an unpredictable manner from trial to trial, conducted under a uniform condition is called a random experiment. ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യാന്ന് പറയുന്നത് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അതായത് അതിന് 2 or അതിൽ കൂടുതലോ ഔട്ട്കംസ് ഉണ്ടാവും. ആ ഔട്ട്കംസ് ഓരോ ട്രയലിലും അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് ദാറ്റ് ഈസ് അൺപ്രെഡിക്റ്റബിൾ ആണ്. ഫ്രം ട്രയൽ ടു ട്രയൽ, ഓരോ ട്രയലിലും അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് തവണ കോയിൻ ടോസ് ചെയ്തപ്പോൾ ഹെഡ് കിട്ടിയാൽ രണ്ടാമത്തെ തവണയും നമുക്ക് ഹെഡ് കിട്ടണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ടെയിലാവാം. അതായത് ദാറ്റ് ഈസ് അൺപ്രെഡിക്റ്റബിൾ മാനർ ഫ്രം ട്രയൽ ടു ട്രയൽ കണ്ടക്റ്റഡ് അണ്ടർ എ യൂണിഫോം കണ്ടീഷൻ. അതായത് സെയിം കണ്ടീഷനായിരിക്കും, സെയിം സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഈ ട്രയൽ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ റിസൾട്ട് വേരിയിങ് ആയിരിക്കും, ചിലപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുക. ഇതിന് 2 or അതിൽ കൂടുതലോ ഔട്ട്കംസ് ഉണ്ടായിരിക്കും. ആ ഔട്ട്കംസ് അൺപ്രെഡിക്റ്റബിൾ ഔട്ട്കംസ് ആയിരിക്കും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് ഓരോ ട്രയലിലും ഈ ഔട്ട്കംസ് മാറിക്കൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് നടത്തുന്നത് സെയിം സിറ്റുവേഷനിലായിരിക്കും, സെയിം കണ്ടീഷനിലായിരിക്കും നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. ഇതിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുക എന്നുള്ളത് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അതിൽ 2 ഔട്ട്കംസ് ആണുള്ളത്. ഒന്ന്
ഹെഡും ഒന്ന് ടെയിലും. അതേപോലെ ഒരു ത്രോയിങ് എ ഡൈ, ഒരു ഡൈ ത്രോ ചെയ്യുന്നത് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ്. അതിൽ 6 ഔട്ട്കംസ് ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇഫ് ഇറ്റ് ഹാവ് 2 or more ഔട്ട്കംസ്, ഒന്നെന്ന് പറയുന്നത് ഇതിന് 2 അതിൽ കൂടുതലോ ഔട്ട്കംസ് ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ, ദ ഔട്ട്കം ഈസ് അൺപ്രെഡിക്റ്റബിൾ, നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അതായത് കാരണം ഫസ്റ്റ് ടൈം കിട്ടിയത് തന്നെ ആയിരിക്കണം എന്നില്ല സെക്കൻഡ് ടൈം നമുക്ക് കിട്ടുന്നത്. റിസൾട്ട് എപ്പോഴും അല്ലെങ്കിൽ ഔട്ട്കംസ് എപ്പോഴും അൺപ്രെഡിക്റ്റബിൾ ആയിരിക്കും. തേർഡ് വൺ, ഇറ്റ് ഈസ് റിപ്പീറ്റബിൾ, ഈ ട്രയൽ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കില്ല, ചിലപ്പോൾ ഒരു 5 പ്രാവശ്യമാണ് നമ്മൾ സെയിം കോയിൻ ടോസ് ചെയ്യുന്നത് വിചാരിക്കുക. അത് റിപ്പീറ്റബിൾ ആണ്. ഇങ്ങനെ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് ടേം ആണ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് അതായത് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഓൾ എലമെൻ്ററി ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് ഈസ് കോൾഡ് എ സാമ്പിൾ സ്പേസ്. അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് നടത്തിയാൽ അതിൻ്റെ എല്ലാ പോസിബിൾ ഔട്ട്കത്തിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. ഇതാണ് അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. ഇതാണ് അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ്. ഇനി ഫോർ എക്സാമ്പിൾ ഒരു ഡൈ ത്രോ ചെയ്താൽ 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. ഇതാണ് അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഓൾ എലമെൻ്ററി ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് ഈസ് കോൾഡ് സാമ്പിൾ സ്പേസ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ എല്ലാ പോസിബിൾ ടോട്ടൽ ഔട്ട്കത്തിനെ, ആ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഉണ്ടാവാൻ പോകുന്ന മൊത്തത്തിലുള്ള എല്ലാ ഔട്ട്കത്തിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുക. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിവിടെ 2 കോയിൻ ടോസ് ചെയ്യാണ്. 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് ആണ് പറയുന്നത്. 2 ഹെഡ് കിട്ടാം, ഒരു ചാൻസ്. ഇനി ഒരു ഹെഡും ഒരു ടെയിലും കിട്ടാം. ഇനി 2 ടെയിൽ കിട്ടാം, ഒരു ടെയിലും ഒരു ഹെഡും കിട്ടാം. അങ്ങനെ 4 ചാൻസ് ആയിരിക്കും. ഇതിനെയാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് നടക്കുമ്പോൾ അതിലുണ്ടാകുന്ന ടോട്ടൽ എലമെൻ്ററി ഔട്ട്കത്തിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയാം. ഓക്കെ, ഇനി തേർഡ് വണ്ണാണ് സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. സാമ്പിൾ പോയിൻ്റ്. സാമ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എവരി ഇൻഡികമ്പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻ്റ് ആണ് സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് സിംഗിൾ ഔട്ട്കം, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഒരു കോയിൻ ടോസ് ചെയ്തത് നമുക്ക് കിട്ടുന്നത് എന്താണോ അതിനെ തന്നെയാണ് സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എല്ലാ പോസിബിൾ ഔട്ട്കത്തിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുക. സാമ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ അതിൽ നിന്ന്, ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡാണോ കിട്ടുന്നത് അല്ലെങ്കിൽ ടെയിലാണോ കിട്ടുന്നത്, ഹെഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു സാമ്പിൾ പോയിൻ്റാണ്, അല്ലെങ്കിൽ ടെയിൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു സാമ്പിൾ പോയിൻ്റാണ്. ഒരു ഡൈ ത്രോ ചെയ്താൽ 2 കിട്ടുക എന്നുള്ളൊരു സാമ്പിൾ പോയിൻ്റാണ്, 6 കിട്ടുക എന്നുള്ളൊരു സാമ്പിൾ പോയിൻ്റാണ്. സിംഗിൾ ഔട്ട്കത്തിനെയാണ്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കത്തിനെയാണ് നമ്മൾ സാമ്പിൾ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന് തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.